ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് കൃഷിക്കും കർഷകർക്കും സംരക്ഷണം ആവശ്യപ്പെട്ട് കിസാൻ സഭ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ നയിക്കുന്ന സംസ്ഥാനതല കർഷക മുന്നേറ്റ ജാഥയ്ക്ക് എടക്കരയിൽ സ്വീകരണം നൽകി. ജില്ലയിൽ എടക്കരയിലും വണ്ടൂരുമാണ് ജാഥയ്ക്ക് സ്വീകരണം ഒരുക്കിയിരുന്നത്. ഈ മാസം 30, 31 തീയതികളിൽ തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് നടത്തുന്ന രാപ്പകൽ ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ. ജാഥയ്ക്ക് നൽകിയ സ്വീകരണത്തിന് ജാഥ ക്യാപ്റ്റൻ നന്ദി പറഞ്ഞു. ഈ കാട്ടുപന്നിയൊക്കെ വന്ന് ശല്യപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ അവർ സഹിക്കാൻ കഴിയാതെ ചിലതൊക്കെ ചെയ്തേക്കും. ചിലപ്പോൾ വേട്ടയാടും. അങ്ങനെ വേട്ടയാടിയാൽ ഇന്നുള്ള നേരത്തെ പാസാക്കിയ നിയമത്തിന്റെ തുടർച്ചയായിട്ട് നിയമപ്രകാരം ഒരു പന്നി അങ്ങനെ മരിച്ചുപോയാൽ, ചത്തുപോയാൽ, ആ ചത്തുപോയ പന്നിയുടെ വിവരം ഇവിടെ വനവകുപ്പിന്റെ ഓഫീസിൽ അറിയിക്കണം. അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ വന്ന് മാഹസ തയ്യാറാക്കി ഇത് വലിയൊരു കുഴി കുഴിച്ച് പന്നിയുടെ ഇതെടുത്ത് അവിടെ ഇട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്ത് കത്തിച്ച് മൂടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ പോകാൻ പാടും. അതാണ് അതിന്റെ നിയമം. ഒരു പന്നിയെ വെടിവെച്ച് കൊല്ലുന്നു. എന്തിനാ എണ്ണയൊഴിച്ച് കത്തിക്കുന്നത്? ഏതായാലും പന്നി കത്തില്ലേ? ആഹാരം കഴിക്കുന്നവർ ആഹാരം കഴിച്ചോട്ടല്ലേ? മനുഷ്യർ മാംസബുക്കുകളാണ്. മനുഷ്യർ മാംസബുക്കുകളും സസ്യബുക്കുകളുമാണ്. മാംസബുക്കുകൾ ഇത് കഴിച്ചോട്ടല്ലേ? എത്രയോ കാലമായി മനുഷ്യൻ ജീവിക്കുന്ന വഴികളല്ലേ അത്? എന്തിനാണ് ഇത്തരം ഒരു നിയമം ഉണ്ടാക്കിയിട്ട് ഈ നാടിനെ ഈ തരത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്? ഈ വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ താഴോട്ടിറങ്ങി കൃഷിനാശം വരുത്തുന്നു, ആളുകളെ കൊല്ലുന്നു, വല്ലാത്തൊരു ഭീതി പടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം കാണാൻ സാധിക്കണം. കർഷക സംഘം കേരള ഗവൺമെന്റിനോട് അഭ്യർത്ഥിച്ചു. കേരള ഗവൺമെന്റുമായി ഈ കാര്യം ചർച്ച ചെയ്തു. കേരള ഗവൺമെന്റ് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഞങ്ങൾ 8 വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴും അതിന്റെ ആവശ്യം ഉന്നയിച്ചു വരികയാണ്. 650 കോടി രൂപയുടെ ഒരു പദ്ധതി പ്രോജക്റ്റ് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ചത് വനമേഖലകളിൽ വന്യമൃഗങ്ങളെ മനുഷ്യവാസ പ്രദേശങ്ങളിലേക്ക് കടന്നു വരാതിരിക്കത്തക്ക നിലയിലുള്ള ഒരു സാഹചര്യം. വനാതിർത്തി പങ്കിടുന്ന കൃഷിഭൂമിയിൽ വനം വകുപ്പിന്റെ കർഷകദ്രോഹപരമായ കടന്നുകയറ്റങ്ങൾ അവസാനിപ്പിക്കുക, കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാലാനുസൃതമായി ഭേദഗതി വരുത്തുക, അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ അനുവദിക്കുക, നാട്ടിലിറങ്ങുന്ന പന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന്റെ മാംസം ഉപയോഗിക്കാൻ അനുവദിക്കുക, ജീവഹാനിക്കും കൃഷിനാശത്തിനും നൽകുന്ന നഷ്ടപരിഹാര തുക ഉയർത്തുക, വനാതിർത്തി പങ്കിടുന്ന കുടിയേറ്റ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ തിരുത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സംസ്ഥാന ജാഥ നടത്തിയത്. EP ജയരാജൻ ക്യാപ്റ്റനും കേരള കർഷക സംഘം സംസ്ഥാന സെക്രട്ടറി വത്സൻ പനോളി മാനേജറുമായ ജാഥയിൽ CK രാജേന്ദ്രൻ, CH കുഞ്ഞമ്പു MLA, DK മുരളി, SK ശ്രീജ, KK ജോസഫ്, NR സക്കീന എന്നിവർ അംഗങ്ങളായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ T രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് K സൈനബ, കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി M സുകുമാരൻ, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ E പത്മാക്ഷൻ, K മോഹനൻ, P ഷബീർ, കർഷക സംഘം ഏരിയ സെക്രട്ടറിമാരായ AT റെജി, VP സജീവൻ, ഏരിയ പ്രസിഡന്റുമാരായ VK ഷാനവാസ്, VK അനന്തകൃഷ്ണൻ, ദേവിക്കുട്ടി, ഖമറുനീസ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.